Hello friends, welcome to the daily dose of vocabs. In this video we are going to discuss about the top 10 vocabs from the Hindu newspaper. As usual, I hope you know that these vocabs are very important from your exam point of view, and ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ അതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പ്ലീസ് മേക്ക് ഷുവർ ദർ ഇസ് എ ടെസ്റ്റ് ഇൻ ദാറ്റ്. attempt the test so that you find or you will understand whether you are able to grasp the things that I am explaining to you. Okay, so let's go and start the video without wasting any time. So the first word is empirical. Empirical എന്ന് പറഞ്ഞാൽ something that is based on experience or evidence or factual thing. Okay, വെറുതെ വേഗമായിട്ടുള്ള കാര്യങ്ങളല്ല, എന്തെങ്കിലും എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെറുതെ തിയറിയുടെ ബേസ്ഡ് ആയിട്ട് സംസാരിക്കുന്നതല്ല. based on what is experienced or seen rather on theory. Okay, വെറുതെ തിയറിയുടെ വർക്ക് it is based on experience. I hope it's clear. So the theory needs to be backed up by solid empirical data. So empirical data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ factual data ഉണ്ടാവണം ആ തിയറിയെ ബാക്ക് ചെയ്യാൻ വേണ്ടി. Empirical studies show that some forms of alternative medicines are extremely effective. അപ്പോൾ empirical studies എന്ന് പറഞ്ഞാൽ എന്താണ്? factual studies അല്ലെങ്കിൽ experience studies അല്ലെങ്കിൽ ലാബ് അവർ പലവട്ടം ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യമാണ് that it has been validated that alternative medicines are extremely effective. Okay, നമ്മൾ പലപ്പോഴും നമ്മളെ സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ എംപെറിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കില്ല. ഒരു പ്രോപ്പർ ഫാക്ച്വൽ സപ്പോർട്ട് ഇല്ലാതായിരിക്കും നമ്മൾ വെറുതെ വായി തോന്നുന്നത് വിളിച്ച് പറയുന്നത്. അതിൻ്റെ കാരണമാണ് പലപ്പോഴും നമുക്ക് വേറെ ഒരാളുടെ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്. സോ ഇഫ് യുവർ സ്റ്റേറ്റ്മെന്റ്സ് ആർ ബേസ്ഡ് ബൈ ഫാക്ച്വൽ എവിഡൻസ് ഓർ പ്രോപ്പർ sound data, you can always support your arguments and you can stand strong with your arguments. Okay, that is what we mean by empirical. Okay, next one, shenanigans. Shenanigans എന്ന് പറഞ്ഞാൽ secret or dishonest activities usually of a complicated types. Okay, so പൊതുവേ നമ്മൾ മലയാളത്തിൽ പറയുന്ന വേർഡ് ഉടായിപ്പ് പരിപാടി, അത് തന്നെയാണ് ഷെനാനിഗൻസ്. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആയാലും സാധാരണ ആൾക്കാർ പൊളിറ്റീഷ്യൻസ് കാണിക്കുമ്പോൾ അത് വലിയ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. സാധാരണ നമ്മളിപ്പോൾ കോളേജ് സ്കൂളിലൊക്കെ ആണെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള ഒരു തമാശ ആയിരിക്കും. ഓക്കെ, ഒരു ഡിസോണസ്റ്റ് ആക്ടിവിറ്റീസ് ബട്ട് യൂഷ്വലി ആ കോംപ്ലിക്കേറ്റഡ് ടൈപ്പ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പൊതുവെ പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള വലിയ ആൾക്കാരുടെ കാര്യത്തിൽ പറയുന്നത്. Like many local governments in the state, the country has a long history of political shenanigans. അപ്പോൾ പൊളിറ്റിക്കൽ ഷെനാനിഗൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൊളിറ്റീഷ്യൻസ് കാണിക്കുന്ന ഡിസോണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വിച്ച് ഇസ് കോംപ്ലിക്കേറ്റഡ്, അത് നമ്മളെ ഹിസ്റ്ററിയിൽ പണ്ടേ ഉള്ളതാണ്. ലോക്കൽ ഗവൺമെൻറ്റ്സ് മാത്രമല്ല, ജനറലി നമ്മുടെ കൺട്രി ഹാസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്സ്. നമുക്ക് ടോപ്പ് മുതൽ ബോട്ടം വരെ പൊളിറ്റീഷ്യൻസിനെ അല്ലെങ്കിൽ ആരെ കൺസിഡർ ചെയ്താലും ലോട്ട് ഓഫ് പീപ്പിൾ, ബിസിനസ്മെൻ, പൊളിറ്റീഷ്യൻസ്, ഇവരെല്ലാവരും ഇതേപോലത്തെ കുറേ ഉടായി പരിപാടികൾ കാണിക്കാറുണ്ട്. അത് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, ആൻഡ് ഫ്യൂച്ചറിൽ അത് വലിയ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. മോർ ബിസിനസ് ഷെനാനിഗൻസ് വർ എക്സ്പോസ് ഇൻ ന്യൂസ് പേപ്പർ ടുഡേ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ എന്തായി, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ എന്താണ് കുറേ ബിസിനസ് ഷെനാനിഗൻസ്. അപ്പോൾ ഇതേപോലത്തെ ബിസിനസ്മെൻസ് ഉടായി പരിപാടികൾ കാണിക്കുന്നവരെ ഇന്ന് എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഷെനാനിഗൻസ്. ഓക്കെ, സില്ലി ബിഹേവിയർ ദാറ്റ് ഈസ് യൂഷ്വലി നോട്ട് വെരി സീരിയസ് ആൻഡ് ഹാർംഫുൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചൈൽഡ്ഹുഡിലൊക്കെ കാണിക്കുന്ന പ്രാങ്ക്സ് ഇല്ലേ, മറ്റുള്ളവർ കളിയാക്കുന്നത്, തമാശ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് അവരെ പെട്ടെന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഓരോ പരിപാടികൾ കാണിച്ചു കൂട്ടുന്നത്, ഇതിലൊക്കെ ഷെനാനിഗൻസ് ആണ്. ഓക്കെ, ഹി ടോൾഡ് സ്റ്റോറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് പ്രാങ്ക്സ് ആൻഡ് പ്രെപ്പ് സ്കൂൾ ഷെനാനിഗൻസ്. അപ്പോൾ ചെറുതെ ഞാൻ കാണിച്ച ആ ഒരു കുസൃതിയും തമാശയും ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് that also is a shenanigan. Okay, shenanigan has two implications. One is the serious one and the one is the silly one. Okay, അത് നമ്മൾ ഏതിനാണ് വേണ്ടിയാണോ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന് അതനുസരിച്ച് യൂസ് ചെയ്യും. ഓക്കെ, അതനുസരിച്ചുള്ള കൊണോട്ടേഷൻസ് ഉണ്ടാവും, മീനിങ്സ് ഉണ്ടാവും. ഡ്രജറി എന്നുള്ള വേർഡ് ഞാൻ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് എ ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക്. ഓക്കെ, ഹാർഡ് ആൻഡ് ബോറിംഗ് വർക്ക് ഈസ് വാട്ട് വി മീൻ ബൈ ഡ്രജറി. ദ ഡ്രജറി ഓഫ് ഹൗസ് വർക്ക്. നമുക്ക് വീട്ടു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഭയങ്കര ഹാർഡ് ആൻഡ് ബോറിംഗ് ആയിട്ടുള്ള വർക്ക് വന്നു. എസ്പെഷ്യലി ഫോർ മെൻ, they have a feeling അവരുടെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മടിയും ഭയങ്കര ഹാർഡ് വർക്കായിട്ട് തോന്നും. ഓക്കെ, നോട്ട് all of them but there are many of them. So that is what we mean by drudgery of housework. Anathema എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇസ് സ്ട്രോങ്ലി ഡിസ്ലൈക്ഡ് ഓർ ഡിസപ്രൂവ്ഡ് ഓഫ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇഷ്ടക്കേടുണ്ട് അല്ലെങ്കിൽ നമ്മളത് ഡിസപ്രൂവ് ചെയ്യാണ്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, അതിനെയാണ് നമ്മൾ അനഥേമ എന്ന് പറയുന്നത്. നമ്മൾ പല സൊസൈറ്റിയിലുള്ള പല ഫാക്ട്സും ഉണ്ട് നമ്മൾ അംഗീകരിക്കാത്ത, നമുക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് നമുക്ക് ഈ ഡൗറി സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മളെ ഈ റിലീജിയസ് ഫാനറ്റിസമോ അല്ലെങ്കിൽ നമുക്ക് സൂപ്പർസ്റ്റിഷൻസോ നമുക്ക് ഇഷ്ടപ്പെടില്ല, അത് നമ്മളത് അപ്രൂവ് ചെയ്യാറില്ല. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ അനഥേമ. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് allergy or a kind of dislike for a particular thing is what we mean by anathema. Credit controls are anathema to the government. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുണ്ടല്ലോ, നമ്മൾ ഇൻഫ്ലേഷൻ പോലത്തെ കാര്യങ്ങൾ, ക്രെഡിറ്റ് നമ്മൾ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് വേണ്ടി ഒരു വലിയ ചിലവിനെയാണ്. ഗവൺമെൻറ് ഡസ് നോട്ട് ലൈക്ക് ടു മാനേജ് ഇറ്റ് ബട്ട് ദേ ഹാവ് ടു ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെൻറ്. ഓക്കെ, സോ ഫോർ ഓൾഡർ എംപ്ലോയീസ് ദ ന്യൂ സിസ്റ്റം ഈസ് ആൻ അനഥema. അപ്പോൾ പഴയ എംപ്ലോയീസിന് വേണ്ടി ഇന്നത്തെ പുതിയ സിസ്റ്റം എന്താണ്, ഒരു അനഥമാണ്, ഒരു തലവേദനയാണ്, ആൻഡ് ദേ ഡോണ്ട് ഡിസ്ലൈക്ക്. നമ്മളിപ്പം ഞാൻ പറഞ്ഞു, ഐ ഗിവ് വെരി എക്സാമ്പിൾസ്. നമുക്ക് എല്ലാം ഗവൺമെൻറ് ഫീൽഡിൽ കമ്പ്യൂട്ടറൈസേഷൻ വന്നതിന് ശേഷം നമ്മുടെ പഴയ എംപ്ലോയീസ് the way used to
ഹാൻഡിൽ ദ കമ്പ്യൂട്ടേഴ്സ്. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അടുത്ത് നോക്കി ക്ലിക്ക് ചെയ്ത് അവർക്കത് മൊത്തത്തിൽ ഒരു തലവേദനയായിരുന്നു. ദേ ഡി നോട്ട് ലൈക്ക് ദിസ് ഓൾഡ് ന്യൂ മെത്തേഡ്. പണ്ടത്തെ മെത്തേഡ് ആണെങ്കിൽ അവർക്ക് അധികം അക്കൗണ്ടബിലിറ്റി ഇല്ല, അവിടെ എന്തെങ്കിലും കാണിച്ചാൽ ആരും പെട്ടെന്ന് അറിയില്ല. പക്ഷേ ഇന്നത്തെ പുതിയ മെത്തേഡിൽ എവറിത്തിങ് ഹാസ് ടു ബി അക്കൗണ്ടബിൾ ആൻഡ് ദേ ഹാവ് ടു ഡു ഇറ്റ് ഫാസ്റ്റർ. ആൻഡ് പക്ഷേ അത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ദേ ഡിസ്ലൈക്ക് ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ അനഥമ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് അപ്രിഹെൻഷൻ. അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് വറീഡ് ആയിട്ടിരുന്നിട്ട് അതിന് എന്തെങ്കിലും ഫ്യൂച്ചറിൽ മോശമായിട്ട് സംഭവിക്കുന്ന അൺപ്ലസന്റ് ആയിട്ട് സംഭവിക്കുന്നത് പേടിച്ചിരിക്കുന്നില്ല, അതിനാണ് apprehension എന്ന് പറയുന്നത്. we are apprehensive about the future, or we are apprehensive about what is going to happen next. That is, we have doubts about what is going to happen in the future or what is going to happen in next. Like, see, understand one thing. ലൈഫിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും ആർക്കും ഒരു കൺട്രോൾ ഇല്ല. നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന എന്താണ്, നിലവിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന 100% കൊടുത്ത് മൂവ് ഓൺ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇൻ ദി എൻഡ് ഇവൻ ഇഫ് യു ഡോണ്ട് സക്സീഡ്, സക്സസ് എന്താണ് നമ്മളെ ലോകത്തിൻ്റെ പെർസെപ്ഷനിൽ മെറ്റീരിയൽ സക്സസ് ആണ് സക്സസ്. പക്ഷേ ആക്ച്വലി നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ വി ആർ സക്സസ്ഫുൾ. സോ ഈവൻ ദൻ മെറ്റീരിയൽ സക്സസ് നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെല്ലാം ചെയ്തു. ദാറ്റ് ഇസ് ഓൾ വി നീഡ്. നമുക്ക് വേറെ എന്താണ് ആവശ്യമുള്ളത്? യു ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ്. നമ്മളെ ഇന്നർ കൺസേൺസ് നമുക്ക് മറുപടി കൊടുക്കും. അതിൻ്റെ ഒരു ചോദ്യം വരുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു ആൻസർ ഇറ്റ്. അത്രേ ഉള്ളൂ. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട്, വി ഡോണ്ട് ഹാവ് ടു ബി അപ്രിഹെൻസീവ് അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. എന്ത് ചിന്തിച്ചാലും നടന്നിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് 100% ഡെഡിക്കേഷനോട് വർക്ക് ചെയ്യുക. ആൻഡ് ലെറ്റ് ദ കോഴ്സ് let the result take care of itself. Don't worry about anything that is going to happen in the future. Okay, it's a very frank, not an advice but an experience I am sharing with you. ഒന്നും ആലോചിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് നോർമൽ ടു ഫീൽ എ ലിറ്റിൽ അപ്രിഹെൻഷൻ ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ്. അപ്പോൾ പുതിയൊരു ജോബ് തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കുറേ അപ്രിഹെൻഷൻസ് ഉണ്ടാവും. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഞാനത് പ്രോപ്പറായിട്ട് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അവരുടെ ടാർഗറ്റ്സ് അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ജോബ് പോകുമോ, ഇതൊക്കെ നമുക്ക് അപ്രിഹെൻഷൻസ് ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ അപ്രിഹെൻഷൻ. അവിടെയും നമ്മൾ ആലോചിച്ചിരുന്ന് നമ്മളെ പെർഫോമൻസ് കളയാനേക്കാളും എന്താണ് ആലോചിക്കാതെ മര്യാദയ്ക്ക് പറഞ്ഞ ജോലികൾ ചെയ്യുക. ആൻഡ് ജോലി കിട്ടാൻ കിട്ടുമില്ലെങ്കിൽ അത് പോകും. ദാറ്റ് ഇസ് നത്തിങ് ടു വറി അബൌട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ പാരഡൈം. പാരഡൈം എന്ന് പറഞ്ഞാൽ മോഡൽ ഓഫ് സംതിങ് ഓർ വെരി ക്ലിയർ ആ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് സംതിങ്. എന്തിൻ്റെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ ഒരു peculiar example ആണെങ്കിൽ we will call it as paradigm. Okay, it acts as a model of something or it acts as a clear example of something, we will call it as a paradigm. Okay, so നമ്മളിപ്പോൾ ടെക്നോളജി is a paradigm shift എന്ന് പറയുന്നില്ലേ, അതെന്താണ് ടെക്നോളജി ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോർ എക്സാമ്പിൾ മൊബൈൽ ടെക്നോളജി, അതൊരു പാരഡൈം ഷിഫ്റ്റ് ആണ്. അപ്പോൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൊബൈൽ ടെക്നോളജി ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് ഫോർ ദ ഹോൾ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ദാറ്റ് ഹാസ് ഹാപ്പൻ. അപ്പോൾ it's a big shift, it's a big change that happened. Okay, some of these educators are hoping to produce a change in the current cultural paradigm. അപ്പോൾ കൾച്ചറൽ പാരഡൈം എന്ന് പറഞ്ഞാൽ ഇവിടെ കൾച്ചറിലുള്ള കൾച്ചറിൻ്റെ മോഡൽസ് മാറ്റിയെടുക്കാൻ ഈ പല എഡ്യൂക്കേറ്റേഴ്സും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ നിലവിലുള്ള കൾച്ചറൽ പാരഡൈമിനെ ഈ എഡ്യൂക്കേറ്റേഴ്സിന് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ പാരഡൈം ഹിയർ. നെക്സ്റ്റ് വൺ അഡ്ഹറൻസ്. അഡ്ഹറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ദ ഫാക്ട് ഓഫ് സം വൺ ബിഹേവിംഗ് എക്സാക്ട്ലി അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് ബിലീഫ്സ്. സോ ഏതെങ്കിലും റൂൾസ് ഉണ്ട്, ബിലീഫ്സ് ഉണ്ട്, അതിനനുസരിച്ച് തന്നെ നമ്മൾ അനുസരിച്ച് പോകുന്നതാണെങ്കിൽ നമ്മൾ വി ആർ അഡ്ഹറിങ് ടു ഇറ്റ്. നമ്മളിപ്പോൾ കൾച്ചറൽ റൂൾസ് കുറേ ഉണ്ട്, ഇന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാവൂ, ഇവിടെ അമ്പലത്തിൽ ഇങ്ങനെ പോയേ പറ്റൂ, കുളിച്ചിട്ടേ പോയേ പറ്റൂ, ഇതൊക്കെ നമ്മൾ പലരും എന്താണ് അഡ്ഹർ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് അത് നമ്മൾ അംഗീകരിച്ച് അത് നമ്മൾ അനുസരിച്ച് പോകാറുണ്ട്. അതിനാണ് അഡ്ഹറൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൾച്ചറൽ റിലീജിയസ് റൂൾസ് കാര്യമാണ്. സോ ദ തിങ് ഈസ് ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ കുളിച്ചിട്ട് പോകാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലടത്ത് ചെരുപ്പിടാൻ പാടില്ല, ചിലർ ചെരുപ്പിടാം, ഇതൊക്കെ അവരവരുടെ റൂൾസ്, അതേ ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ റൂൾസാണ്. എന്നിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ പോകുന്ന ആൾക്കാർ പലപ്പോഴും എന്താണ് അത് അംഗീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ അതനുസരിച്ച് പോകാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഡ്ഹറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അഡ്ഹറൻസ്. സോ ഹി വാസ് നോട്ടഡ് ഫോർ ഹിസ് സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു റൂൾസ്. അപ്പോൾ അവനെ എന്തിനു വേണ്ടിയാണ് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നോട്ട് ചെയ്തിരുന്നത്? ദാറ്റ് ഹി വാസ് വെരി മച്ച് അഡ്ഹറിങ് ടു ഹിസ് റൂൾസ്. അപ്പം റൂൾസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അഡ്ഹറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ if you talk about the Indians generally do not follow the rules properly. ആണോ ഇല്ലേ? നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി ഡു നോട്ട് അഡ്ഹർ ടു ദ റൂൾസ്. ട്രാഫിക് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ അത് നമ്മൾ ഫോളോ ചെയ്യാറില്ല. അതേപോലെ പബ്ലിക്കിൽ നമ്മൾ വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മൾ അവിടെ എവിടെയാണോ വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വേണമെങ്കിൽ വേസ്റ്റ് ഇടും. പാർക്ക് എവിടെ നോ പാർക്കിംഗ് എന്ന് നടക്കുന്നത് അവിടെ തന്നെ നമ്മൾ പാർക്ക് ചെയ്യും. എവിടെയെങ്കിലും നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഏതെങ്കിലും വണ്ടി പാർക്കിലായിരിക്കും. So it's a common behavior for the Indians. I'm not saying all the Indians, but the many of them that we not adhere to the rules properly because we do not have strict enforcement of law. ഇവിടെ ഇപ്പോൾ അങ്ങനെ പാർക്കിംഗ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ വണ്ടി പോയിക്കൊണ്ട് പോകുള്ളൂ, ബാക്കി പലയിടത്തും അവിടെ തന്നെ കിടക്കും. സോ അങ്ങനെ പലപ്പോഴും എല്ലായിടത്തും അവരെ വണ്ടി എടുത്തോണ്ട് പോയി അല്ലെങ്കിൽ ഫൈൻ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ ആരും റൂൾസ് വയലേറ്റ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അഡ്ഹറൻസ് ഹിയർ. ദാറ്റ് ഈസ് ടു സ്ട്രിക്ട്ലി ഫോളോ സംതിങ്. നെക്സ്റ്റ് വൺ മിറ്റിഗേറ്റ് ചെയ്യുക. ടു മിറ്റിഗേറ്റ് മീൻസ് ടു മേക്ക് സംതിങ് ലെസ് ഹാർംഫുൾ ഓർ അൺപ്ലസന്റ് ഓർ ബാഡ് എന്ന് പറഞ്ഞാൽ ജനറലി റിസോൾവ് ചെയ്യാനാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ ലെസ് ഹാർംഫുൾ ആക്കുക,
അല്ലെങ്കിൽ ലെസ് അൺപ്ലസൻറ്റ് ആക്കുക, ലെസ് അൺപ്ലസൻറ്റ് ആക്കുക, അല്ലെങ്കിൽ ലെസ് ബാഡ് ആക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇഫ് ദർ ഈസ് സം പ്രോബ്ലം, ഇഫ് യു ആർ ഗോയിങ് ത്രൂ some unpleasant situation, make it lesser unpleasant. If something is harmful, make it less harmful. So reducing the impact of something is what we mean by mitigating. Okay, it is unclear how to mitigate the effects of tourism on island. അപ്പോൾ ഈ ഐലൻഡിൽ ടൂറിസത്തിൻ്റെ കാരണം ഒത്തിരി ബാഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ടൂറിസം കൂടുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് വേസ്റ്റ്, മറ്റുള്ള വേസ്റ്റുകൾ ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കും. ഓവർ ക്രൗഡിങ് ഇസ് ലീഡിങ് ടു ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ആൻഡ് അതിൻ്റെ അതിൻ്റെ കാരണം ഉണ്ടാകുന്ന എഫക്ട്സ് അതിൻ്റെ കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് എങ്ങനെ കുറയ്ക്കാം എന്നാണ് അവർക്ക് ഡൗട്ട് ഉള്ളത്, ക്ലിയറിറ്റി ഇല്ലാത്തത്. ഇപ്പോൾ നമുക്ക് ബ്രഹ്മപുരത്തുണ്ടായ സിറ്റുവേഷൻ നമുക്കറിയാം. അവിടെ വേസ്റ്റ് മിസ്മാനേജ്മെൻറ്റ്, അതിൻ്റെ കാരണം ഫയർ. സോ നമുക്ക് അണ്ടർസ്റ്റാൻഡ് അത് എങ്ങനെ കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇഷ്യൂ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ഫർദർ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് വൺ, സ്പർ എന്ന് പറഞ്ഞാൽ ടു എൻകറേജ് ആൻ ആക്ടിവിറ്റി ഓർ ഡെവലപ്മെൻറ്റ് ഓർ ടു മേക്ക് സംതിങ് ഹാപ്പൻ ഫാസ്റ്റർ. സ്പർ എന്ന് പറഞ്ഞാൽ സഡൻ ഇൻക്രീസ് എന്ന് ചിന്തിച്ചാൽ മതി. സംതിങ് ഇഫ് യു ആർ സെയിങ് ദാറ്റ് ദിസ് ഐ ഡിഡ് ഇറ്റ് ഇൻ ദ സ്പർ ഓഫ് ദ മൂവ്മെന്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എന്തോ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്തു ഞാൻ ആ കാര്യം ചെയ്തു. ഓക്കെ, ഐ ഹിറ്റ് ഹിം ഇൻ ദ സ്പർ ഓഫ് ദ മൂവ്മെന്റ് എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ആ മൂവ്മെന്റിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ടെമ്പറേച്ചർ എൻ്റെ ആങ്കർ കൂടി ഞാൻ ഹിറ്റ് ഹിം. ഓക്കെ, അതേപോലെ സ്പർ ഇൻ ഇന്റർനാഷണൽ ഓയിൽ പ്രൈസസ് സ്പറായി എന്ന് പറഞ്ഞു നേരത്തെ. അതിൻ്റെ അർത്ഥം ഇന്റർനാഷണൽ ഓയിൽ പ്രൈസസ് പെട്ടെന്ന് കൂടി, അതാണ് സ്പറിൻ്റെ അർത്ഥം. ഓക്കെ, സ്പർ ഇസ് എൻ ആക്ടിവിറ്റി ടു എൻകറേജ് എൻ ആക്ടിവിറ്റി ഓർ ഡെവലപ്മെന്റ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ഫാസ്റ്റർ. Rising consumer sales have the effect of spurring the economy to faster growth. അപ്പോൾ കൺസ്യൂമർ സെയിൽസ് കൂടുന്നതിൻ്റെ എഫക്റ്റ് എന്താണ്, ദാറ്റ് ഇക്കണോമിക് ഗ്രോത്ത് സ്പർ ചെയ്യും. ഇറ്റ് വിൽ ലീഡ് ടു എ ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് വിൽ ട്രിഗർ എ ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ സ്പർ ഹിയർ. ദാറ്റ് ഈസ് ആക്ടിങ് ഓർ ഡെവലപ്മെൻറ്റ് ദാറ്റ് മേക്ക് സംതിങ് ഹാപ്പൻ ഫാസ്റ്റർ. ഡിലിജൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആൻഡ് യൂസിങ് ലോട്ട് ഓഫ് എഫേർട്സ്, ഹാർഡ് വർക്കിംഗ് തിങ്. ഓക്കെ, നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഒത്തിരി എഫേർട്ട് ഇട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഡിലിജൻറ്റ്. നൗ ഏതൊരു സ്റ്റുഡൻറ്റിനും ആവശ്യമുള്ള ഒരു ക്വാളിറ്റിയാണ് ടു ബി ഡിലിജൻറ്റ്. ഓക്കെ, യു ഹാവ് ടു ബി ഹാർഡ് വർക്കിംഗ്. സ്മാർട്ട് വർക്ക് ഈസ് there, but there is no replacement for hard work. Please understand that. A diligent student, a hard working or a student who makes a lot of effort and who is very careful or who is very cautious about what he is doing. Leo is very intelligent in or about his work. അയാൾ എന്താണ്, ലിയോ എന്ന് പറഞ്ഞാൽ അയാളുടെ വർക്കിനെ കുറിച്ച് വളരെ കെയർഫുൾ ആണ്. or he is really putting a lot of efforts in his work. He is very hard working. Okay, so that's all for today. Please attend the vocab test and see where you standing, whether you are improving or not. And answer തെറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. ആ വേർഡ്സ് വേണമെങ്കിൽ ഒരിക്കലും എഴുതുക. അതിൻ്റെ 4 ഓപ്ഷൻസിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ മീനിങ്സ് കൂടെ എഴുതിയെടുക്കുക. മീനിങ് എപ്പോഴും എഴുതിയെടുക്കണം, കാരണം മീനിങ് എഴുതിയെടുത്താലേ നമുക്ക് കണ്ടക്സ്റ്റ് മനസ്സിലാവുള്ളൂ, എന്താണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ സിനോണിം ആൻറ്റോണിം എഴുതുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അത് വേറെ ക്വസ്റ്റൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു ഫ്രണ്ട്സ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.